പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27. പ്രധാന വാർത്തകൾ. സുഹാർ ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ തുടക്കം. ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയാണ് സംഘാടകർ. സയ്യിദ് ഫാഹർ ബിൻ ഫാത്തിഖ് അൽ സഈദിന്റെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. 20-ൽ പരം രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഫോറത്തിലുള്ളത്. സുൽത്താനേറ്റിന്റെ എണ്ണ ഇതര വരുമാനത്തിൽ നിന്നുള്ള 16% വടക്കൻ ബാത്തിനയിൽ നിന്നുള്ളതാണ്. ഗവർണറേറ്റിലെ നിക്ഷേപാവസരങ്ങൾ ഫോറത്തിൽ അവതരിപ്പിക്കും. കടൽ വഴി രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ച 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം പിടികൂടി. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലാണ് ബോട്ട് ഉപയോഗിച്ച് നുഴഞ്ഞുകയറുന്നതിനിടെ ഏഷ്യക്കാരായ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഉപയോഗിച്ചിരുന്ന ബോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവ് വിക്രം മിസ്രി ഒമാൻ സന്ദർശനത്തിൽ. മസ്കത്തിലെത്തിയ അദ്ദേഹം ഒമാൻ റോയൽ ഓഫീസ് മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ നുഅ്മാനിയുമായി ഓഫീസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തൽ, സഹകരണ മേഖലകൾ വ്യാപിപ്പിക്കൽ, ഇന്ത്യ ഒമാൻ ചരിത്രപരമായ ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നു. ഡാർസേറ്റ് ഇന്ത്യൻ സ്കൂളിൽ രക്ഷിതാക്കളുടെ ഓപ്പൺ ഫോറം നടന്നു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർത്ത ഓപ്പൺ ഫോറത്തിൽ നിരവധി രക്ഷിതാക്കൾ പങ്കെടുത്തു. സ്കൂളിലെ പഠന പാഠ്യേതര വിഷയങ്ങളും സ്കൂൾ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആശങ്കകളും രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരുടെ മുമ്പിൽ ഉന്നയിച്ചു. അടുത്തിടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സ്കൂൾ ഡയറക്ടർ ബോർഡിന് നൽകിയ നിരവധി നിവേദനങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചർച്ചകളുടെയും ഫലമായാണ് നിർത്തിവെച്ചിരുന്ന ഓപ്പൺ ഫോറം ഇപ്പോൾ വിളിച്ചു ചേർക്കാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറായത്. ISDയിൽ ഇതിനു മുമ്പ് അവസാനമായി പാരന്റ്സ് ഓപ്പൺ ഫോറം നടന്നത് 2023 ഫെബ്രുവരിയിലായിരുന്നു. വർഷത്തിൽ 3 തവണ ഓപ്പൺ ഫോറം വിളിച്ചു ചേർക്കണമെന്നത് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിരിക്കെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഓപ്പൺ ഫോറം വിളിച്ചു ചേർക്കാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തയ്യാറാകാത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ രൂക്ഷമായി ഓപ്പൺ ഫോറത്തിൽ വിമർശിച്ചു. രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടുമുള്ള SMCയുടെ നിഷേധാത്മക നിലപാടാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. സർഫീത്ത് അതിർത്തി വഴി രാജ്യത്തേക്ക് ഒളിപ്പിച്ചു കടത്തിയ സ്റ്റാർലിങ്ക് റിസീവറുകൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. ഒമാൻ വഴി യമനിലേക്ക് ഇവ കടത്താനായിരുന്നു ശ്രമം. അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് ട്രക്കിന്റെ വിവിധ ഭാഗങ്ങളിലായി സൂക്ഷിച്ച നിലയിൽ സ്റ്റാർലിങ്ക് റിസീവറുകൾ കസ്റ്റംസ് വിഭാഗം കണ്ടെത്തിയത്. ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ ആരംഭിച്ച പ്ലാന്റ് കാർണിവൽ സന്ദർശകരെ ആകർഷിക്കുന്നു. കാർഷിക മേഖലയെയും ഗാർഡനുകളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുക്കുന്ന കാർണിവലിൽ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കാളികളാണ്. പ്രദർശനങ്ങൾ, വർക്ക്ഷോപ്പുകൾ, കുട്ടികളിലെ ബോധവൽക്കരണങ്ങൾ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാർണിവലിന്റെ ഭാഗമായി മസ്കത്ത് നഗരസഭയുടെ കൗണ്ടറും സന്ദർശകരുടെ ശ്രദ്ധ നേടുകയാണ്. കൗണ്ടറിലെത്തുന്നവർക്ക് തൈകളും വിത്തുകളും വിതരണം ചെയ്യുന്നുണ്ട്. മാർച്ച് 2 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5 മുതൽ രാത്രി 10 മണി വരെ പ്രദർശനം തുടരും. വീടുകളിലെ അടുക്കളത്തോട്ടവും ഗാർഡനും ഒരുക്കുന്നതിനെക്കുറിച്ചുൾപ്പെടെ കാർണിവലിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയാം. KMCC അൽ ഖുവൈർ ഏരിയ സംഘടിപ്പിച്ച അഹമ്മദ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ 2-ൽ HC11 പരാജയപ്പെടുത്തി UPC ഒമാൻ കിരീടം ചൂടി. 16 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ ഓരോ മത്സരങ്ങളും ആവേശകരമായിരുന്നു. ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിനും ടൂർണമെന്റിലെ താരമായും UPC ഒമാന്റെ റിൻഷാദിനെ തിരഞ്ഞെടുത്തു. സെമി ഫൈനലുകളിൽ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന് UPC ഒമാനിലെ സർഫറാസ്, HCC11-ലെ സദ്ദാം എന്നിവരും അർഹരായി. യുദ്ധത്തിന്റെ കെടുതിയും ദുരിതവും അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വീണ്ടും അവശ്യവസ്തുക്കൾ എത്തിച്ച് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഇത് 3-ാം തവണയാണ് ഒമാൻ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ഗസ മുനമ്പിലെത്തിക്കുന്നത്. ഒമാൻ റോയൽ എയർഫോഴ്സ് വിമാനത്തിലാണ് സാധനങ്ങൾ അയച്ചിരിക്കുന്നത്. ജോർദാനിലെ ഒമാൻ എംബസിയുമായി സഹകരിച്ച് ഇവ ഫലസ്തീൻ ജനതയിലേക്ക് എത്തിക്കും. ഫലസ്തീൻ റെഡ് ക്രസന്റുമായി സഹകരിച്ചാണ് സാധനങ്ങൾ ആവശ്യക്കാരിലെത്തിക്കുന്നതെന്നും ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അറിയിച്ചു. കൂടുതൽ സാധനങ്ങൾ സമാഹരിച്ച് ഫലസ്തീൻ
വാക്സിനിൽ ആവശ്യക്കാരിൽ എത്തിക്കുകയാണ് അധികൃതർ ലക്ഷ്യമാക്കുന്നത്. സ്വദേശികൾക്കും വിദേശികൾക്കും ഇതിൽ പങ്കാളികളാകാം. വസ്തുക്കൾ അർഹരിലേക്ക് ലഭ്യമാകുന്നുവെന്നും ഉറപ്പുവരുത്തുമെന്നും ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അറിയിച്ചു. അതേസമയം ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിന് പിന്നാലെ ഗസ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. വടക്കൻ ഗസയിൽ പട്ടിണിയെ തുടർന്ന് പിഞ്ചു കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു. ഗസയിലെ 23 ലക്ഷത്തോളം ആളുകൾ പട്ടിണിയുടെ വക്കിലാണെന്ന് UN അധികൃതർ വ്യക്തമാക്കി. റമസാനിലെ ഇഫ്താർ ടെന്റുകൾ ഇത്തവണ പഴയ സജീവതയിലേക്കെത്തുമെന്ന പ്രതീക്ഷയിൽ മലയാളികളടക്കമുള്ള പ്രവാസികൾ. കോവിഡ്-19 കാലത്ത് നിയന്ത്രണങ്ങളെ തുടർന്ന് നിർത്തിവെച്ച ടെന്റുകളിലെ സമൂഹ നോമ്പുതുറകൾ കഴിഞ്ഞ റമസാനിൽ പുനരാരംഭിച്ചിരുന്നുവെങ്കിലും സജീവമായിരുന്നില്ല. ചില പള്ളികളിലും സ്വകാര്യ കമ്പനികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിലുമുള്ള ഇടവിട്ട ദിവസങ്ങളിലെ നോമ്പുതുറകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. വരുന്ന റമസാനിൽ പഴയ പ്രതാപത്തിൽ ടെന്റുകളിലെ ഒരുമിച്ചുള്ള ഇഫ്താറുകൾ കാണാനാകുമെന്ന പ്രത്യാശ പങ്കുവെക്കുകയാണ് ഏവരും. ഷഅ്ബാൻ അവസാന പത്തിലാണ് ടെന്റുകൾ സ്ഥാപിക്കുന്നതും പള്ളിമുറ്റങ്ങളിലെയും ഹാളുകളിലെയും സമൂഹ ഇഫ്താറുകൾക്ക് ഒരുക്കങ്ങൾ നടത്തുന്നതും. എയർ കണ്ടീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വിശാലമായ ഇരിപ്പിടങ്ങൾ സംവിധാനിച്ച് വിഭവസമൃദ്ധമായ അന്നപാനീയങ്ങൾ വിളമ്പി അതിഥികളെ കാത്തിരിക്കുകയാണ് ടെന്റ് ഇഫ്താറുകളുടെ രീതി. എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യുന്ന ഇഫ്താർ ടെന്റുകൾ സാഹോദര്യത്തിൻ്റെ മഹനീയ മാതൃക കൂടിയാണ് തീർക്കുന്നത്. ആർക്കും ടെന്റുകളിൽ കടന്നു ചെല്ലാം. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കും. മുഴുവൻ ആളുകൾക്കും സുലഭമായി ഭക്ഷണം ലഭ്യമാക്കും. അണ്ടർ-19 ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലെ ആദ്യ പോരാട്ടത്തിൽ സൗദിക്കെതിരെ മികച്ച വിജയവുമായി ഒമാൻ. തായ്ലൻഡിൽ നടക്കുന്ന 2ാം ഡിവിഷൻ ഗ്രൂപ്പ് ഘട്ടത്തിൽ 141 റൺസ് ജയത്തോടെയാണ് ടൂർണമെന്റിൽ ചെമ്പട മികച്ച വിജയം കുറിച്ചിരിക്കുന്നത്. ബാറ്റിംഗ് നിരയും ബൗളർമാരും പുറത്തെടുത്ത മികച്ച പ്രകടനം ടീമിന്റെ വിജയം എളുപ്പമാക്കി. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഒമാൻ നിശ്ചിത 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ടീം സൗദിക്ക് 19.2 ഓവറിൽ 81 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഒമാന്റെ ആര്യ സമ്പത്ത് 6 ഓവറിൽ 21 റൺസ് വഴങ്ങി 4 വിക്കറ്റും ഉമിതു മെഡഗോഡ 23 റൺസ് വഴങ്ങി 2 വിക്കറ്റും വീഴ്ത്തി. 15 റൺസ് എടുത്ത ഫഹദ് മുനീറാണ് സൗദിയുടെ ടോപ്പ് സ്കോറർ. നാളെ ഹോങ്കോങ്ങിനെതിരെയാണ് ഒമാന്റെ അടുത്ത മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മാർച്ച് 1 ഭൂട്ടാനെയും നേരിടും. അറബ് ലോകത്തെ തന്നെ ആദ്യത്തെ ജിയോളജിക്കൽ പാർക്ക് ഒമാനിലെ അൽ ഹജർ പർവ്വതനിരയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതായി ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അറിയിച്ചു. മന്ത്രി സാലിം മുഹമ്മദ് അൽ മഹ്റൂഖിയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ജിയോളജിക്കൽ പാർക്ക് ഒരുക്കുന്നതിനു ബന്ധപ്പെട്ട് അധികാരികളുമായി സഹകരിച്ചു വരികയാണ്. അടുത്ത വർഷം യുനെസ്കോയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ പ്രാധാന്യമുള്ളതും ഭൂമിശാസ്ത്രപരമായ പൈതൃകങ്ങളുമായ ഇടങ്ങളുടെ സംരക്ഷണമാണ് ജിയോളജിക്കൽ പാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ ഭാവി തലമുറയ്ക്ക് ഗുണകരമാകുന്ന രൂപത്തിൽ പാകപ്പെടുത്താൻ സംരംഭം വഴിയൊരുക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മന്ത്രാലയം പുറത്തുവിട്ടിട്ടില്ല. യുനെസ്കോ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകുന്നതോടെ അധികൃതർ പദ്ധതിയുടെ തുടർപ്രവർത്തനങ്ങൾ ആരംഭിച്ചേക്കും. അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ആദ്യ ദിനങ്ങളിൽ ആയിരക്കണക്കിന് സന്ദർശകർ. അക്ഷരങ്ങൾ തേടിയെത്തിയവരിൽ വിദ്യാർത്ഥികളും നിരവധിയാണ്. സ്കൂളുകളിൽ നിന്നും രക്ഷിതാക്കൾക്കൊപ്പവുമെല്ലാം കുട്ടികളും പുസ്തകങ്ങൾ തേടിയെത്തുന്നു. വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങളുടെ പവലിയനുകൾക്ക് മുന്നിൽ ഇഷ്ടപുസ്തകങ്ങൾ അന്വേഷിച്ചെത്തുന്ന വിദ്യാർത്ഥികളെ കാണാം. പുസ്തകങ്ങളെക്കുറിച്ച് വലിയ അറിവോടെയാണ് വിദ്യാർത്ഥികൾ പവലിയനുകളിൽ എത്തുന്നതെന്ന് പ്രസാധകരും പറയുന്നു. പലരും നേരത്തെ തന്നെ തയ്യാർ ചെയ്ത പുസ്തകങ്ങളുടെ പട്ടിക പവലിയനുകളിൽ നൽകിയാണ് പുസ്തകങ്ങൾ സ്വന്തമാക്കുന്നത്. സ്മാർട്ട് ഫോണുകളിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളിൽ പലരും പക്ഷേ ഓൺലൈനിലും മറ്റും വായനാശീലമാക്കിയവരും വായന ഇഷ്ടപ്പെടുന്നവരുമാണ്. രക്ഷിതാക്കളും പുസ്തകങ്ങൾ വായിക്കുന്നതിന് കുട്ടികൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്നു. കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുന്ന ഒട്ടനവധി മത്സരങ്ങളും പരിപാടികളും കാഴ്ചകളും പുസ്തകമേളയോടനുബന്ധിച്ച് സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ സംഘങ്ങൾ പുസ്തകമേളയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.